മൊബൈൽ ഫോണുകൾക്ക് വൻ വിലവർധന. സാധാരണക്കാർ കൂടുതലായി വാങ്ങുന്ന 15,000 രൂപയ്ക്കുള്ള ഫോണുകൾക്ക് 3,000 മുതൽ 6,000 രൂപ വരെയാണ് വർധന. ചിപ്പ് ക്ഷാമം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ ആഗോളതലത്തിൽ തന്നെ ഫോണുകൾക്ക് വില കൂടുകയാണ്. കൊച്ചിയിൽ 2 മാസം മുമ്പ് വരെ 12,500 രൂപയ്ക്ക് വിറ്റിരുന്ന റെഡ്മി 15C എന്ന മോഡലിന് ഇന്നത്തെ വില 15,500 രൂപ, കൂടിയത് 3,000 രൂപ. ഒപ്പോ A6 എന്ന മോഡൽ വിറ്റിരുന്നത് 11,500 രൂപയ്ക്ക്, പുതിയ വില 16,999 രൂപ. 3 മുതൽ 50% വരെയാണ് വില വർധന. 12,000 രൂപ വരെയൊക്കെ സ്റ്റാർട്ടിങ് 5G കിട്ടിയിരുന്ന സമയത്ത് അതേ സ്പെക്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു 17,000 16,000 രൂപയ്ക്കാണ് സാധാരണ ഒരു മൊബൈലിന് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ഫോണ് അതും ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും റേറ്റ് നോക്കിയിട്ടാണ് വരിക. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ പഴയ സ്റ്റോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. വില കൂടിയതോടെ ചെറുകിട മൊബൈൽ ഫോൺ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. സെയിൽ ഇപ്പോൾ കുറവാണ്, കാരണം വെച്ചാൽ എല്ലാവരും മടങ്ങിപ്പോണേണ്. വന്നിട്ട് ഇതുപോലെ റേറ്റ് കൂടിയെന്ന് അറിയുമ്പോഴേക്കും എല്ലാവരും മടങ്ങിപ്പോണേണ്. നമ്മൾ റേറ്റിൻ്റെ കാര്യം പറയുമ്പോഴും പലർക്കും അങ്ങോട്ട് ഒരു വിശ്വാസമാകാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവരും ഒരു 15 റേഞ്ചിൽ നല്ലൊരു ഫോൺ എടുക്കാൻ വന്നിട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാം റേറ്റ് കൂടുതലാണ്. 20,000 റേഞ്ചിലോട്ടൊക്കെയാണ് ആ ഒരു സ്പെസിഫിക്കേഷനുള്ള ഫോണുകളൊക്കെ വരുന്നത്. അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നോർമൽ സെയിൽ കുറവാണ്. സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് ആവശ്യക്കാർ കൂടിയെങ്കിലും പുതിയ ഫോണുകൾക്ക് വില കൂടിയതിനാൽ പഴയ ഫോണുകൾ പലരും വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. റാം, സ്റ്റോറേജ്, ചിപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ ക്ഷാമവും വിനിമയ നിരക്കിലെ മാറ്റവുമാണ് വില വർധനയ്ക്കിടയാക്കുന്നത്. മീഡിയ 1 കൊച്ചി.